ഫിഷ് ടാങ്ക്. അത് വീട്ടിലെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഫിഷ് ടാങ്ക് ഇഷ്ടമാണ്. ചില ആൾക്കാരൊക്കെ ചെറിയ ബൗളിലൊക്കെ മീനൊക്കെ ഇട്ട് അങ്ങനെ ഒരു കൗതുകം കണ്ടെത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാത്ത രീതിയിൽ ചെറിയ ടേബിളിലൊക്കെ നമുക്ക് ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന കുറച്ച് രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊന്ന് വ്യത്യസ്തമായിട്ട് ഓൾ ഫിഷ് ടാങ്ക്, അതായത് നമ്മുടെ വീടിന്റെ ചുമരിൽ നമുക്ക് എങ്ങനെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാമെന്നും ഉള്ള രീതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വീട്ടിലെ ഓളിലാണ് എൻ്റെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീടിൻ്റെ ചുമരാണിത്. ഇതിൻ്റെ പിൻവശത്തൊരു ഭാഗമുണ്ട്, അതായത് വീടിൻ്റെ കിച്ചണിൻ്റെ പോർഷനാണ്. ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഇത് നമ്മൾ വീട് വെച്ച സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ടാങ്ക് നിൽക്കേണ്ട രീതിയിൽ, അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ കെട്ടുന്ന സമയത്തുള്ള കല്ലിൻ്റെ വീതി, അതായത് 6 ഇഞ്ച് വീതിയാണ് ഇതിൻ്റെ ബേസിനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂശിയും പെയിൻറ് ചെയ്തും കഴിയുമ്പോഴത്തേക്കുള്ളൊരു ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു സ്പേസ് നമ്മൾ ആദ്യമേ തന്നെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വീട് വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഐഡിയ മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് ചെയ്താൽ നമുക്കിത് ഒരു വാൾ ഫിഷ് ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മുൻവശം നമുക്ക് കുറച്ച് കാണാനായിട്ട് തടിയൊക്കെ വെച്ച് ഒരു ബോർഡർ പോലെ പോളിഷൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു അത്യാവശ്യം നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ പോലെ നമുക്കൊരു ഫിഷ് ടാങ്ക് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ടാങ്ക്. ഇത് ഞാനിത് ചെയ്തു വെച്ചിട്ട് 1 വർഷത്തോളമായി. ഇതിപ്പോൾ സർവീസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അതൊന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ ടാങ്കിന് മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 2 അടിയാണ്, 2 ഫീറ്റ്. അത് 24 ഇഞ്ച്, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ വീതി വന്നിട്ട് 3 ഫീറ്റ് ഉണ്ട്, 3 അടി വീതിയുണ്ട്. ഈ അതിൻ്റെ ഉൾവശം, ടാങ്കിൻ്റെ ഉൾവശം നമ്മുടെ അതേ ചുമരിൻ്റെ സൈസാണ്. ഏകദേശം 6 ഇഞ്ച് വീതിയെ ഇതിനകത്ത് ഉൾവശമുള്ളൂ. ടാങ്കിൻ്റെ ഉൾവശം നമ്മുടെ ഒരു കൈയിൻ്റെ വീതി മാത്രമേ ഉള്ളൂ. ഒരു 6 ഇഞ്ചോളം ഉണ്ട് ഇതിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മുടെ ഈ ചുമരിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. ഗ്ലാസ്സിന് 12 mm ഉള്ള ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ ഞാനൊരു ബാറ് കൊടുത്തിട്ടുണ്ട്. ഈ ബാറ് കൊടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഏകദേശം ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ കാരണം ഈ ടാങ്കിനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് ബാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പവിഴപ്പുറ്റ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ കടലിൻ്റെ അടിയിലുള്ള ഒരു ജീവനുള്ള വസ്തുവാണ്. അതായത് പാറയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഞാൻ മേടിച്ചതല്ല, ഇതെല്ലാം കളക്ട് ചെയ്തതാണ്. ഡയറക്റ്റ് തന്നെ നമ്മുടെ അടുത്തുള്ള വിഴിഞ്ഞം, കോവളം അങ്ങനെയുള്ള സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ കടലിലിറങ്ങി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു തരുന്ന ചേട്ടന്മാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ചെറിയൊരു തുച്ഛമായ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമുക്കിത് സാധനം എടുത്തു തരും. കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഇതെല്ലാം കണ്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. നമുക്ക് ഫിഷ് ടാങ്കിനകത്തൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറേ നല്ല രീതിയിലൊക്കെ സെറ്റ്, ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കടലിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ദൃശ്യങ്ങൾ പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഇതും അതുപോലെ തന്നെ ഇതെല്ലാ സ്ഥലങ്ങളും ഇതിനോരോന്നും ഒരു രീതിയിലൊക്കെ ഉള്ളതാണ്. രണ്ടിൻ്റെ ഡിസൈൻസ് ഒക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഇതൊരു ഞെരുക്കമുള്ളൊരു സ്റ്റോണാണ്. ഇതൊരു ലൈറ്റ് യെല്ലോയും ഇതൊരു വൈറ്റുമാണ്. രണ്ട് തരത്തിലുള്ള ഡിസൈനാണ്. ഇത് കണ്ടോ, ഇതിന് വേറൊരു ഡിസൈനാണ്. ഇത് എല്ലാം നാച്ചുറൽ സ്റ്റോണാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന് ഏകദേശം ഒരു 2 കിലോളം തന്നെ വെയിറ്റ് ഉണ്ട്. ഇത് ഞാൻ ഗോവ ബീച്ചിൽ, അവിടുത്തെ എനിക്ക് ബീച്ചിൽ നിന്ന് കിട്ടിയതാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഉള്ള വിഴിഞ്ഞം, കോവളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ നാച്ചുറൽ സ്റ്റോണാണ്. ഇതൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വായി നോക്കി കറങ്ങി കിടക്കുന്ന സമയത്ത് റോഡിലൊക്കെ കിടക്കുന്നതാണ്. ഞാൻ അതിനെ നുള്ളിപ്പറക്കി കൊണ്ട് വരുന്നതാണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഇച്ചിരി ഉപ്പ് വെള്ളത്തിലൊക്കെ 2-3 ദിവസമൊക്കെ ഇട്ട് വയ്ക്കും. ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ എന്തെങ്കിലും അണുക്കളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതൊന്ന് പൊക്കോളും. മീനിനൊന്നും അങ്ങനെ ദോഷം ചെയ്യത്തില്ല.
ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കേട്ടോ, ഇത് തേക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരത്തിന്റെ കാതലെന്ന് പറയും. ഇത് സാധാരണ അക്വേറിയങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്, തടികളൊക്കെ വെച്ചിട്ട് ടാങ്കിനകം സെറ്റ് ചെയ്യുന്നത്. ഇത് ഈ ടാങ്കിലത്തേക്കല്ല, ഇത് നേരത്തെ എനിക്കൊരു വേറൊരു ടാങ്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനതിൽ ഉപയോഗിച്ചിരുന്ന. ഇതിന് അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ കൂടുതലാണ്. ഇത് നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭയങ്കര ഡാർക്കായിട്ട് നമുക്ക് കടലിൻ്റെയും വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കാണുന്ന അതേ ഒരു എഫക്റ്റ് നമുക്ക് ടാങ്കിനകത്ത് ഉണ്ടാവും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് ഇതിലോട്ട് ഉപയോഗിക്കാൻ ഇത് ആവശ്യമില്ല. ഇപ്പോൾ ഇത് നമ്മൾ ടാങ്ക് സ്ഥലത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. സാധാരണ നമ്മൾ ടാങ്ക് വെച്ച് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നമ്മുടെ ഈ അലങ്കാര വസ്തുക്കളും മറ്റു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ചുമരിനുള്ളിൽ വെക്കുന്നത് കൊണ്ട് ഇച്ചിരി പാടുണ്ട്. കാരണം ഇതെടുത്ത് അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഇത്രയും ഒരു ലെങ്ത് നമുക്ക് ചുമരിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇറക്കി വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചുമരിനുള്ളിലേക്ക് രണ്ടുപേര് ചേർന്നിട്ട് തൂക്കിയെടുത്തായിരിക്കും സാധാരണ വെക്കുന്നത്. ഇത് സംഭവം കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ്. കാരണം മറ്റേ ടാങ്കിൻ്റെ അപേക്ഷിച്ച് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ടേബിളിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആണ്. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സേഫാണ്. കുട്ടികളിപ്പം പിടിക്കുകയോ എന്തെങ്കിലും വാരി ടാങ്കിനകത്ത് ഇടുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഫിക്സ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. ഏറ്റവും അപകടങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവാതെ സേഫ് ആയിട്ടിരിക്കും. ഞാനിതൊക്കെ വെച്ചിട്ട് 1 വർഷമായി. അതുകൊണ്ട് വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് ഇതൊരു 1 വർഷം കൂടുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതുവരെ ഒരു 1 ഇയർ ഈ സാധനം സേഫായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാന കാരണം. പിന്നെ നമുക്ക് സ്പേസ് ഇതിനായിട്ടൊരു സ്പേസ് വേണ്ട, പ്രത്യേകിച്ചൊരു സ്പേസ് വേണം. നമുക്ക് ടാങ്കൊക്കെ വെക്കണം, നമുക്ക് കുറച്ച് സ്ഥലം എന്തായാലും വേസ്റ്റ് ആയിട്ട് പോകും. ഇതാണെങ്കിൽ നമുക്ക് ആ ഒരു ചുമരിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സ്ഥലവും നമുക്ക് അത്രയും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലൊരു ഒരു സീനറി ഒട്ടിക്കാം. ഇതാണ് ഞാൻ ഇതിനകത്ത് ഇടാനായിട്ട് വെച്ചിരിക്കുന്ന മണലാണ്. ഇത് സാധാ നമ്മുടെ വൈറ്റ് മണലാണ്, വെള്ള മണലും. പിന്നെ നമ്മുടെ ഈ മണലൊക്കെ അരിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ കുഞ്ഞ് ഗ്രാവലുണ്ട്, അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ടോണാണ്. ഇതായിരിക്കും ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാണാനൊരു നാച്ചുറൽ ഭംഗി കിട്ടുന്ന രീതിയിലാണ്. ഇനി ഇത് ആ ചുമരിലേക്ക് നമ്മളെടുത്ത് വെക്കാൻ പോവുകയാണ്. ഞാനും പപ്പയുണ്ട്, പപ്പയും ഞാനും കൂടിയാണ് ഇത് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു തെർമോക്കോളിൻ്റെ പീസാണ്. ഇത് നമ്മളിങ്ങനെ ഇവിടെ വയ്ക്കുന്നുണ്ട്. വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ചുമരിൽ ഡയറക്റ്റായിട്ട് ഇരുന്നിട്ട് ഞെരുങ്ങി കേട് സംഭവിക്കാതിരിക്കാനാണ്. ഇതാകുമ്പോഴത്തേക്കും വെയിറ്റ് കയറിയാലും എങ്ങനെയായാലും ബാലൻസ് ആയിക്കണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ടാങ്ക് വെക്കുന്ന സമയത്ത് എപ്പോഴും ഒരു തെർമോക്കോൾ, ആ ടാങ്കിൻ്റെ അതേ അളവിനുള്ള ഒരു തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ പുറത്ത് മാത്രമേ നിങ്ങൾ ടാങ്ക് വെക്കാവൂ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്.
ഞാനിതൊരു ഓസ് ഇട്ടിട്ടുണ്ട്. ഓസ് വഴിയാണ് വെള്ളം നിറയ്ക്കുന്നത്. ഇത് കിണറിലെ വെള്ളമാണ്. ഇത് ഞാനിങ്ങനെ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ ഓസിൽ നല്ലൊരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കലങ്ങിപ്പോവും. അഥവാ മണ്ണിൻ്റെ വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കലങ്ങിപ്പോവും. അതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്മൂത്തായിട്ടേ വെള്ളം പോവുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞു. ഇതൊരു ക്ലീനറാണ്, ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം. ഇതൊരു മാഗ്നറ്റാണ്. രണ്ട് സൈഡിലും ഇതിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ട്. കാരണം അകത്തുള്ള ഗ്ലാസ്സിൽ എന്തെങ്കിലും അഴുക്കോ പായലോ പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കി നമുക്ക് പുറമെ നിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പീസ് അതിനകത്തിലും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒരു സാധനമാണിത്. ഇത് നമുക്ക് ഇടാം. ഓക്കെ, നീട്ട് കഴിഞ്ഞാൽ ആ മാഗ്നറ്റായിട്ട് അത് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് ക്ലീൻ ചെയ്യണം, നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇത് അവിടെ തന്നെ ഇരുന്നുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മുടെ സാധാ ഉപ്പാണ്, കല്ലുപ്പാണ്. കുറച്ച് കല്ലുപ്പ് ഇടുന്നത് നല്ലതാണ്. കാരണം വെള്ളത്തിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ മീനിനൊക്കെ എന്തെങ്കിലും സ്കിന്നിലുള്ള ഇൻഫെക്ഷനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറാനായിട്ട് ഈ കല്ലുപ്പ് നല്ലതാണ്. ഇതിടയ്ക്ക് ഒരു 1-2 മാസം കൂടുമ്പോൾ ഇടുന്നതും നല്ലതാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലീനായിട്ട് കിടപ്പുണ്ട്. നമുക്ക് മീൻ ഉടനെ തന്നെ ഇടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കിണർ വെള്ളമാണ്. ഇച്ചിരി പൈപ്പിൽ വെള്ളമാണെങ്കിൽ മാത്രം ക്ലോറിൻ പോകാനായിട്ട് ഒരു 2 ദിവസം വെള്ളം ഒരു ബക്കറ്റിൽ എന്തെങ്കിലും പിടിച്ച് വെച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലോറിനെല്ലാം നമുക്ക് മാറിക്കിട്ടും. കിണർ വെള്ളമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ മീനും കൂടി ഇടാൻ പോവുകയാണേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാൾ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ രീതിയിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഐഡിയ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഉറപ്പായിട്ട് ഒരു വാൾ ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.